കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും ടൗണിന്റെയും മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഭാനുമതി രാജു പറഞ്ഞു. കോതമംഗലത്തെ ടൗൺ ഹാളിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു എന്ന പ്രഖ്യാപനത്തിന് ഒരു രേഖയും മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടില്ലെന്ന് വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കോതമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതികൾക്കായി ഫണ്ട് കണ്ടെത്താനും മാർഗങ്ങളുണ്ട്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ ഭാനുമതി രാജു ബജറ്റ് അവതരണത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ബഡ്ജറ്റിൽ കോതമംഗലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും പദ്ധതിക്ക് പണം കണ്ടെടുക്കുവാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെയാണ് ബഡ്ജറ്റ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കുടിവെള്ളത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരിക്കുന്നു, വീടുകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, അതുപോലെ ക്രെമിറ്റോറിയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ക്രെമിറ്റോറിയമൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അതിന് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. അതുപോലെ ലൈറ്റുകൾ, അതായത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ, ലൈറ്റ്, കുടിവെള്ളം, റോഡുകൾ, പിന്നെ PMAYയുടെ അല്ലെങ്കിൽ ലൈഫിൻ്റെ വീട് പദ്ധതികൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് മാത്രം പ്രത്യേകം ഫണ്ട് മാറ്റി വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നുള്ള രീതിയിലുള്ള പദ്ധതിയാണ് അവതരിപ്പിച്ചത്. കോതമംഗലം മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ കാര്യത്തിൽ DPR തയ്യാറാക്കിയത് മാത്രമാണ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നടന്ന പ്രവർത്തനം. 23,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വൻകിട ടൗൺ ഹാളിനാണ് ലക്ഷ്യമിട്ടത്. ഇത് കോതമംഗലത്തിന് പ്രായോഗികമല്ലെന്നാണ് ഇപ്പോഴത്തെ കൗൺസിലിന്റെ വിലയിരുത്തൽ. ഇക്കാരണത്താൽ പുതിയ DPR തയ്യാറാക്കും. ഷോപ്പിംഗ് കോംപ്ലക്സ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും മറ്റ് പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാകും ഡിസൈൻ തയ്യാറാക്കുക എന്ന് വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. ഏകദേശം 3 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ AS കിട്ടിയെന്നാണ് ചില ആളുകൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയ്ക്ക് അതിനുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നഗരസഭയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ടൗൺ ഹാൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ DPR എന്ന് പറയുന്നത് 23 കോടി രൂപയുടെയാണ്. 23 കോടി രൂപ സ്വാഭാവികമായിട്ട് ഈ നഗരസഭയെ സംബന്ധിച്ചുള്ള കണ്ടെത്താൻ പറ്റുന്ന ഒരു തുകയല്ല. അത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്താൽ സ്വാഭാവികമായിട്ട് അത് അടയ്ക്കൽ അതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ട് അത് തിരിച്ചടവ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരിപാടിക്ക് ഈ നഗരസഭ കൗൺസിൽ മുന്നോട്ട് പോകുന്നില്ല. മറിച്ച് ആ DPR ഒന്നും കൂടി വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഈ നഗരത്തിനനുസൃതമായ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് നഗരസഭ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. അതിന് 2 കോടി രൂപ ആരംഭത്തിൽ നമ്മൾ തനത് ഫണ്ടിൽ നിന്ന് വക കൊള്ളിച്ചുകൊണ്ട്. GTV ന്യൂസ് കോതമംഗലം.